ഹലോ. ഹലോ. എവിടെ എൻ്റെ ചക്കരെ? ഞാൻ വീട്ടിലുണ്ടല്ലോ ആയിക്കോയി. അതിനെന്താ ഒരു ഉറക്ക ക്ഷീണോ? രാത്രി ഉറങ്ങാണ്ട് എവിടെ പോയ? സത്യം പറയണം. ഞാൻ ഉറങ്ങാതെ എവിടെയും പോയില്ല. രാത്രിയേ എണീറ്റ് കിടക്കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര്? ഈ സത്യ ആ ഇങ്ങ പോയതിന് ദിവസം എനിക്ക് ഉറക്കം കിട്ടാറേ ഇല്ല. നീ എണീറ്റ് എവിടെയാ പോണേ? ഈ കഥകം തുറന്നിട്ട്. ഞാൻ ഒടുക്കം പോണില്ല. എനിക്ക് ഉറക്കം കിട്ടാണ്ടാവുമ്പോ ഞാൻ അവിടെ പോയിരിക്കും ഫ്രണ്ടിൽ. ഫ്രണ്ടിലാ? എനിക്ക് പേടിയാ ഒറ്റയ്ക്ക് എടുക്കാൻ. അതിന് ഇപ്പോഴൊന്നും അല്ലല്ലോ ഒറ്റയ്ക്ക് കിടക്കാൻ തുടങ്ങിയത്. പിന്നെ എപ്പോ തുടങ്ങിയതാ? എത്രയോ കാലം കൊണ്ടേ ഒറ്റയ്ക്ക. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര പേടിയാ. ഭയങ്കര പേടിയാ? അതാണോ ഞാൻ വിളിച്ചാൽ ഫോൺ നിങ്ങളല്ലേ എടുക്കാത്തെ? നിങ്ങളെന്നെ പേടിപ്പിക്കണ രാത്രിയിൽ ഓരോന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ രാത്രി നിങ്ങളെ ഫോൺ എടുക്കാത്ത. പടച്ചോനെ, എന്നെ പറയുന്ന നോക്കിയേ. പിന്നെ നിങ്ങളല്ലാണ്ട് പിന്നെ എന്നെ പറയൂ. നല്ല കാര്യമായിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ വരുമ്പോ ഇങ്ങനെ തന്നെ പറയണം കേട്ടാ. എനിക്ക് പേടിയാണ് കിടക്കാൻ. ഞാൻ എണീച്ച് ഫ്രണ്ടിൽ പോയിരുന്നോട്ടൊന്ന് പറയണേ കേട്ടാ. അതെന്റെ കൂടെ ഇങ്ങളില്ലേ? അതിനെന്തപ്പോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞെന്താ? അപ്പൊ എനിക്ക് പേടിയില്ല. എന്റെ റൂമിൽ ആരും ഇല്ലാത്ത എനിക്ക് ഭയങ്കര പേടിയാ. ഞാനൊരു കാര്യം പറയട്ടെ. ഏ എനക്ക് നിന്നെക്കാട്ടിയും പേടിയാണ്ടോ. നീ ഉണ്ടെന്ന് വിചാരിച്ചല്ലേ ഞാൻ കിടക്കണേ. ആന്നേ. ഞാൻ നിങ്ങളുണ്ടോ വിചാരിച്ചിട്ട് ഞാനും കിടക്കണം. ആരോടും പറയണ്ട കേട്ടോ നമ്മളെ കഥ. ആരെങ്കിലും പറഞ്ഞാലേ ഉം. നാണക്കേടല്ലേ? എനക്കല്ല, എനക്ക്. നിങ്ങൾക്കും പേടിയല്ലേ? എൻ്റെ വായിന്ന് അങ്ങനെ വീയാറില്ലല്ലോ ഒന്നും. എന്റെ കാര്യമൊന്നും അധികമൊന്നും ചെയ്യാറില്ല. അങ്ങനെ പറയാൻ അത് പറഞ്ഞു. നമ്മ രണ്ടാ. ആര്? നീ. എടോ. അയ്യോ ഓയ്. പിന്നെ ഞാനേ ഞാന് ഉണ്ടല്ലോ. ഞാനുണ്ടല്ലോ. ഉം. ഞാൻ ഉണ്ട് ഇവിടെ. പറയ്. ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? അതൊന്നും പറയൂല. നല്ല കഥായി പോയി. എപ്പോഴും ഞാൻ ഗിഫ്റ്റ് വെച്ചാലും ഈ കണ്ടുപിടിക്കും. ഈ എങ്ങനെയെങ്കിലും അതെൻ്റെ കയ്യിൽ നിന്ന് തുരന്നെടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഒരു പണി കിട്ടണ്ടെന്ന് വെച്ചിട്ടേ വരുമ്പോ മാത്രമേ വാങ്ങുള്ളൂ. വാങ്ങിട്ടില്ലല്ലോ അപ്പൊ? ഇല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. മനസ്സിൽ മാത്രമേ കരുതുള്ളൂ. എൻ്റെ മനസ്സിൽ അടുത്തല്ലേ. മാത്രം കരുതിയാ മതി. അല്ലെങ്കിൽ നീ രാത്രി വന്നിട്ടേ അതെൻ്റെ കയ്യിൽ നിന്ന് ചൊല്ലിക്കൊണ്ട് പോവും. അത് വേണ്ടെന്ന് വെച്ചതാ. ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടം പോലെ നടക്കട്ടെ കേട്ടോ.